ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ പ്രവ പ്രവചന പ്രവചനീ പ്രവചനാതീതമാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ മീര. ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടമാണോ? രണ്ട് തരക്കാരാണ്. ഇതൊക്കെ എന്തൊരു ഷോ ആണ്, അല്ലെങ്കിൽ എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്, ഞാൻ ഒരു ബിഗ് ബോസ് അഡിക്റ്റാണ്, എപ്പോഴും ഞാൻ ബിഗ് ബോസ് ഫുൾ 24/7 ഞാൻ കാണാറുണ്ട് എന്നുള്ള രണ്ട് കാറ്റഗറി ആൾക്കാരാണ് നമ്മുടെ ഈ ഇടയിലുള്ളത്, അല്ലേ? ബിഗ് ബോസ് എന്ന ഈ ഷോ തികച്ചും പ്രവചനാതീതമാണ്. കാരണം ഇവിടെ പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെ ലൈഫിൽ ഒരു പരിചയമില്ലാത്ത ഒരു 20 പേര് 100 ദിവസം ഒരുമിച്ചൊരു വീട്ടിനുള്ളിൽ കഴിയുമ്പം അവിടെ പലതും സംഭവിക്കാം. സ്ക്രിപ്റ്റഡ് ആണ്, ഇത് സ്ക്രിപ്റ്റിൻ്റെ ബേസിലാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും കുറേ കാര്യങ്ങൾ, അതായത് ഗെയിമും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അപ്പം അതിലെന്തായാലും കുറച്ച് പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങളും നടക്കും, അല്ലേ? എല്ലാ സീസണിലും ഒരു ലവ് ട്രാക്ക് ഉണ്ടാവാറുണ്ട്. മിക്കവാറും സീസണിൽ ലവ് ട്രാക്ക് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ സീസണിലെ ലവ് ട്രാക്ക് ആയിരുന്നു ജാസ്മിനും ഗബ്രിയും. ആരും മറന്നു പോകാനൊന്നും ചാൻസ് ഇല്ല. അപ്പം അതുപോലെ ബിഗ് ബോസ് സീസൺ 7 എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഇങ്ങനെയൊരു ലവ് ട്രാക്ക് വരാനായിട്ട്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം ബിഗ് ബോസിലെ പ്രണയം അത് ആരാധകർ കാത്തിരിക്കുന്ന ഒന്നാണ്. അതിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രണയ ജോഡികളെ എന്തായാലും കാണാൻ പറ്റും എന്നുള്ളത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിലും അങ്ങനെയൊരു ലവ് ട്രാക്ക് ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്, അല്ലേ? നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഗബ്രീനെ പോലെ നല്ല ക്യൂട്ട് ലുക്കിലുള്ള ഒരാൾ ഇപ്രാവശ്യവും ബിഗ് ബോസ് സീസൺ 7 ഉണ്ട്. അതാണ് നമ്മുടെ ആര്യൻ, അല്ലേ? ആര്യൻ നല്ല ലുക്കല്ലേ കാണാൻ? അപ്പം ആര്യന് ചേരുന്ന പെൺകുട്ടി ആരായിരിക്കും? ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഉള്ള ഈ ഒരു കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് നൂറ. നൂറേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും, അത്രയ്ക്ക് ഭംഗിയുണ്ട് നൂറേനെ കാണാനായിട്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആര്യനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ആര്യന് നൂറേനോടൊരു ക്രഷുള്ള പോലെ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ആര്യൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് ഒറിജിനൽ ആണെങ്കിലോ, സത്യത്തിൽ ആര്യന് നൂറേനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദില വിട്ടുകൊടുക്കൂ നൂറേനെ? ആദിലയും നൂറയും എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസാണ്. ഈ ഒരു ബിഗ് ബോസിൻ്റെ, ഇന്ത്യൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ലെസ്ബിയൻ കപ്പിൾസ് ആദ്യമായിട്ടാണ് ഈ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പം ഏറെ ആകാംക്ഷയോടെയാണ് ഇവരെ ഈ ഒരു ബിഗ് ബോസ് ആരാധകർ നോക്കിക്കാണുന്നതും. ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നല്ല ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റും ഈ ഒരു ഷോ കാണുന്ന ആൾക്കാർ. ഈ ഒരു ബിഗ് ബോസിൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഈ ഒരു ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് നൂറയിനോട് ഇടയ്ക്കിടയ്ക്ക് ഒരു നൂറയ്ക്ക് ഫേവറായിട്ടൊക്കെ സംസാരിക്കുന്നതും ഓരോരോ കമൻറ്റുകൾ പറയണതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് പ്രണയം ആണ് അല്ലെങ്കിൽ ലവ് ട്രാക്ക്, ഇവർ ലവിലാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. അങ്ങനെ ഒരു ട്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിലും പേളി, മണി, ശ്രീനിഷ് അവർ തമ്മിൽ ബിഗ് ബോസിൽ വന്ന് ലവ് ആയിട്ടുള്ള ആൾക്കാരാണ്, കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ആ ഒരു സമയത്ത് പേളി മണീൻ്റെ അച്ഛൻ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പേളീൻ്റെ ഒരു ഗെയിം തന്ത്രമായിരിക്കും, ഇത് പേളി മണീൻ്റെ ഒരു ഗെയിം തന്ത്രമായിരിക്കാനാണ്, ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാനാണെന്ന് മാത്രമാണ് ചാൻസ് ഉള്ളതെന്ന് പേളി മണീൻ്റെ അച്ഛൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പേളി മാണീൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും രൂപവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ഇന്ന് പേളി മാണി ജീവിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം പേളി മാണീൻ്റെ ഇപ്പോഴത്തെ ലൈഫ് കാണുമ്പം പണ്ടത്തെ പേളി മാണിയാണ് അത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല
ഇവർ തമ്മിൽ റിയൽ ആയിട്ടുള്ള ലവ് ആണെന്നുള്ളത് ഞാനോ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവർ ബിഗ് ബോസിന് പുറത്ത് വന്നപ്പോൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അതുപോലെ പല പല സംഭവങ്ങൾ, പ്രവചിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സീസണിൽ ലവ് ട്രാക്ക് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ, വരികയാണെങ്കിൽ അത് ആർക്കായിരിക്കും, ആരായിരിക്കും, എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ എന്നുള്ള ചെറിയൊരു പ്രൊഡിക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുകയാണെങ്കിൽ, ഇനിയിപ്പം ആര്യനും നൂറയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദിലയുടെ റിയാക്ഷൻ എന്തായിരിക്കും, അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനോ ആ ഒരു ഗെയിം എന്താണെന്ന് ഒന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല നമുക്കൊന്നും, അല്ലേ? അതൊക്കെ വേറൊരു ലെവൽ പോകും, അല്ലേ? അപ്പം എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ പ്രഡിക്ഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.